ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആവറേജ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് ഇന്നും കുറച്ചുകൂടി ആവറേജ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം. എന്തായിരുന്നു നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് 10 നമ്പർ ഈസ് 8. നമ്മൾ നോക്കുന്നു. ആവറേജ് ഓഫ് 10 നമ്പർ ഈസ് 8. If the average of first 9 number is 7, find the value of 10th number. Okay, നമ്മൾ നോക്കാം. നമുക്കൊരു 10 നമ്പർ ഉണ്ടായിരുന്നു, ഒരു 10 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 10 സെറ്റ് നമ്പർ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ നമ്പറാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, അതിന്റെ ആവറേജ് എത്രയായിരുന്നു? 8 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു 10 നമ്പർ എടുത്താൽ അതിന്റെ ആവറേജ് എത്രയായിരുന്നു? 8 ആയിരുന്നു. ഇനി നമ്മൾ പറയുന്നു അതിലെ ഫസ്റ്റ് 9 നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 7 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ 10th നമ്പർ എത്രയെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ മുമ്പ് ചെയ്ത ഏത് ക്വസ്റ്റ്യൻ നമുക്ക് 3-4 മെത്തേഡ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കുറച്ച് മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ട്രിക്കി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ വീണ്ടും കുറച്ച് പറഞ്ഞുതരാം. തക്കാലം നമ്മൾ നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബേസിക് മെത്തേഡിൽ തന്നെ നോക്കാം. നമുക്ക് ആവറേജ് ഓഫ് 10 നമ്പർ നമുക്കറിയാം 8 ആണെന്ന്. നമുക്ക് ആവറേജ് അറിയാം, എത്ര നമ്പർ ഉണ്ടെന്ന് അറിയാം. നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? സം ഓഫ് 10 നമ്പർ കിട്ടില്ലേ? സം ഓഫ് 10 നമ്പർ എത്ര കിട്ടും? ഒരു 10 നമ്പറിന്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് എത്രയായിരുന്നു? 8 ആയിരുന്നു. ഇൻറ്റു നമ്പർ, എത്ര നമ്പർ ഉണ്ടായിരുന്നു? 10 നമ്പർ ഉണ്ടായിരുന്നു. അതിന് സം എത്ര കിട്ടും? 18 കിട്ടും. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന 10 നമ്പറിന്റെ മൊത്തം സം എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 80 കിട്ടുമെന്ന് മനസ്സിലായി. ഇനി നമ്മൾ വീണ്ടും വരുന്നു അടുത്ത കണ്ടീഷനിലേക്ക്. എന്തായിരുന്നു? ഫസ്റ്റ് 9 നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 7 ആയിരുന്നു എങ്കിൽ ആ ഫസ്റ്റ് 9 നമ്പറിന്റെ സം ഓഫ് ഫസ്റ്റ് 9 നമ്പർ ആദ്യത്തെ ഫസ്റ്റ് 9 നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിന്റെ ആവറേജ് ഇൻറ്റു നമ്പർ. അതിന്റെ ആവറേജ് എത്രയായിരുന്നു? 7 ആയിരുന്നു. നമ്പർ എത്രയായിരുന്നു? 9 ആയിരുന്നു. എത്ര കിട്ടും? 9 × 7 63 എന്ന് കിട്ടും. അപ്പോൾ അവിടെയും നമുക്ക് സം കിട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 10 നമ്പറിന്റെ നമുക്ക് സം അറിയാം, ആദ്യത്തെ 9 നമ്പറിന്റെ സമ്മും അറിയാം. എങ്കിൽ 10th നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ പറയുന്ന 80ൽ നിന്നും 63 കുറച്ചാൽ മതി. 10th നമ്പറിന്റെ വാല്യൂ എത്രയായിരിക്കും? 10th നമ്പർ എന്ന് പറഞ്ഞാൽ 80 - 63 ചെയ്താൽ മതി. എത്ര കിട്ടും? 63 80ൽ നിന്ന് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? 63 + 17 അല്ലേ 80. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 63 + 7 70 കിട്ടും. 70 + 10 80 കിട്ടും. ആൻസർ എത്ര കിട്ടും? 70 എന്ന് കിട്ടും. അതായത് 10th നമ്പറിന്റെ വാല്യൂ എത്രയായിരിക്കും? 17 ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10th നമ്പർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് വീണ്ടും ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇതിന്റെ വാല്യൂസ്, ഇതിന്റെ മെത്തേഡ്സ് ഒക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. നമുക്ക് ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 40. ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 40. നമ്മൾ പറയുന്നു ഒരു 11 നമ്പർ ഉണ്ടായിരുന്നു, അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 40 ആയിരുന്നു. ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 40. ദാറ്റ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ, ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ, ആ 11 നമ്പറിന്റെ ആദ്യത്തെ 5 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് എത്രയായിരുന്നു? 35. ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 40 ആൻഡ് ദാറ്റ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ ഈസ് 35. ഇനി പറയുന്നു ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 5 നമ്പർ, ആവറേജ് ഓഫ് ഇത് ഫസ്റ്റ് 5 നമ്പർ, ആവറേജ് ഓഫ് ലാസ്റ്റ് 5 നമ്പർ ഈസ് 38. ദെൻ ഫൈൻഡ് ദി 6th നമ്പർ. നമുക്ക് മൊത്തം എത്ര ഉണ്ടായിരുന്നു? 11 നമ്പർ ഉണ്ടായിരുന്നു. മൊത്തം 11 നമ്പർ ഉണ്ടായിരുന്നു. ആ 11 നമ്പറിലെ ആദ്യത്തെ 5 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് 35 ആയിരുന്നു. ലാസ്റ്റ് 5 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് എത്രയായിരുന്നു? 38 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താത്ത നടുക്ക് ഒരാളുണ്ടായിരുന്നു 6th നമ്പർ. എങ്കിൽ ആ 6th നമ്പറിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. നമുക്ക് എല്ലാത്തിന്റെ ആവറേജ് അറിയാം, നമ്പറും അറിയാം. ആവറേജിന് നമ്പർ ചെയ്താൽ സം കിട്ടും. സമ്മിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6th നമ്പറും കിട്ടും. നമുക്ക് വേഗം ചെയ്ത് നോക്കാം എത്ര കിട്ടുമെന്ന്. ആവറേജ് ഓഫ് 11 നമ്പർ 40 ആണെങ്കിൽ സം ഓഫ് 11 എത്ര കിട്ടും? 40 × 11 അല്ലേ? എത്ര കിട്ടും? 440 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് 5 നമ്പർ, സം ഓഫ് ഫസ്റ്റ് 5 നമ്പർ എത്ര കിട്ടും? സം ഓഫ് ഫസ്റ്റ് 5 നമ്പർ 35 × 5, 35 × 5 എത്രയാ? 35 × 5 എടുക്കുന്നത്? 35ന്റെ പകുതി എടുക്കുന്നു. 35ന്റെ പകുതി എത്രയാ? 17.5. അത്ര കിട്ടും? 175 എന്ന് കിട്ടും. ഇനി അടുത്ത സം ഓഫ് ലാസ്റ്റ് 5, സം ഓഫ് ലാസ്റ്റ് 5 എത്രയായിരുന്നു? 38 × 5. 38 × 5 ഏത് നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന പകുതി എടുത്താൽ മതി. 38ന്റെ പകുതി എത്രയാ? 190 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 11 നമ്പറിന്റെ സം അറിയാം, ഫസ്റ്റ് 5 നമ്പറിന്റെ സം അറിയാം, ലാസ്റ്റ് 5 നമ്പറിന്റെ സം അറിയാം. എങ്കിൽ 6th നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
നമുക്ക് ആദ്യത്തെ 5 പേരെ അറിയാം, അവസാനത്തെ 5 പേരെ അറിയാം, പ്ലസ് 6th നമ്പറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഇതിന്റെ കൂടെ 6th നമ്പറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 440 കിട്ടണം. കാരണം ടോട്ടൽ സമ്മാണ് എന്ത്? 440. നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായത് എന്താ ചെയ്തതെന്ന്? ആദ്യത്തെ 5 പേരുടെ സം അറിയാം, ആദ്യത്തെ 5 പേരുടെ സം അറിയാം, അവസാനത്തെ 5 പേരുടെ സം അറിയാം, മുഴുവൻ സമ്മും അറിയാം. ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരാൾ കൂടിയുണ്ട്, 6ാമത്തെ ആൾ. അപ്പൊ ഈ 2 സമ്മിന്റെ കൂടെ 6ാമത്തെ ആളുടെ വാല്യൂം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയേ മതിയാകൂ? ടോട്ടൽ സം കിട്ടിയേ മതിയാകൂ. എങ്കിൽ ഈ 6th നമ്പർ കണ്ടുപിടിക്കാൻ ടോട്ടൽ സമ്മിൽ നിന്നും ഈ വാല്യൂ കുറച്ചാൽ പോരെ? ഈസി ആയിട്ട് കിട്ടും. നോക്കാം നമുക്ക് എത്ര കിട്ടുന്നു. ഇതിന്റെ സം എത്ര കിട്ടും? 175 പ്ലസ് 190 എത്ര കിട്ടും? 5. 7 പ്ലസ് 9 6. 1 പ്ലസ് 1 പ്ലസ് 2 365 എന്ന് കിട്ടും. എങ്കിൽ 6th നമ്പർ, വാല്യൂ ഓഫ് 6th നമ്പർ എത്ര കിട്ടും? 440യിൽ നിന്നും ഈ 365 കുറച്ചാൽ മതി. 440 മൈനസ് 365 ഇതായിരിക്കും നമുക്ക് റിക്വയർഡ് ആൻസർ, നമുക്ക് കിട്ടേണ്ട ആൻസർ. എത്ര കിട്ടും? 5 പ്ലസ് 5 10, 7 പ്ലസ് 7 14, 75 എന്ന് കിട്ടും ആൻസർ. അതായത് 6th നമ്പറിന്റെ വാല്യൂ എത്ര കിട്ടണം? 75 കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അവരുടെ എല്ലാവരുടെ ആവറേജ് 440 കിട്ടുള്ളൂ. ഇതിന്റെ ആ ഒരു മെത്തേഡ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ മെത്തേഡ് തന്നെയായിരുന്നു. എന്തായിരുന്നു? നമുക്ക് സം ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, അവരുടെ നമ്പർ തന്നിട്ടുണ്ട്, അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടോട്ടൽ സം കിട്ടും. ഇതാണ് നമുക്ക് മുഴുവനുള്ള 11 പേരുടെയും കൂടി സം. നമുക്ക് പറയുന്നു ആദ്യത്തെ 5 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട് 35 എന്ന്. ആദ്യത്തെ 5 പേരുടെ ആവറേജ് 35 ആണെങ്കിൽ 35 5 എത്ര കിട്ടും? 175 കിട്ടും. അങ്ങനെ 5 പേരുടെ വാല്യൂ കിട്ടി, സം കിട്ടി. ഇനി ലാസ്റ്റ് 5 പേരുടെ സം എത്രയായിരുന്നു? 38 ആയിരുന്നു അവർ ആവറേജ് എങ്കിൽ 38 × 5 നമുക്ക് എത്ര കിട്ടും? 190 കിട്ടി. എങ്കിൽ ഈ ആദ്യത്തെ 5 പേരുടെയും അവസാനത്തെ 5 പേരുടെയും സം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 365 കിട്ടുമെങ്കിൽ ഈ ഇതിന്റെ കൂടെ 6th പേഴ്സണെയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഈ പറയുന്ന 440 കിട്ടണം. എങ്കിൽ 6th പേഴ്സൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 440 മൈനസ് 365 ചെയ്താൽ മതി. ആൻസർ എത്ര കിട്ടും? 75 എന്ന് കിട്ടും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതായത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. അതായത് ഈ ഒരു മെത്തേഡ് അല്ലാതെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് വേഗത്തിൽ കിട്ടാനായിട്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞു തന്ന അതേ മെത്തേഡാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ 11%യും കൂടി ആവറേജ്, 11% ആവറേജ് എത്രയായിരുന്നു? 11 പേരുടെ ആവറേജ് 40 ആയിരുന്നു. 11 പേർ ആവറേജ് എത്രയായിരുന്നു? 40 ആയിരുന്നു. ഇനി പറയുന്നു ഫസ്റ്റ് 5 ആൾക്കാരുടെ, ആദ്യത്തെ 5 പേരുടെ ആവറേജ് എത്രയായിരുന്നു? ഫസ്റ്റ് 5 ആൾക്കാരുടെ ആവറേജ് എത്രയായിരുന്നു? 35 ആയിരുന്നു. ലാസ്റ്റ് 5 ആൾക്കാരുടെ എത്രയായിരുന്നു? 38 ആയിരുന്നു. ഇതെല്ലാം അവർ ആവറേജ് അല്ലേ? എങ്കിൽ ഇത് വെച്ച് നമുക്ക് എങ്ങനെ വേഗത്തിൽ ആൻസർ എത്തിക്കാമെന്ന് നോക്കാം. നമുക്കറിയാം ആവറേജ് ഓഫ് 11% 40 ആണെങ്കിൽ ഓരോ ആൾക്കാരുടെയും ഏജ് എത്രയായിരുന്നു? 40 നിർത്താൻ മതിയായിരുന്നു. 11% 40 നിർത്താൻ മതിയായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നു ആദ്യത്തെ 5 പേരുടെ ഏജ് 35 ആണെന്ന്. നമ്മൾ ആ ഒരു മൈൻഡിലായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 5 പേരുടെ 35 ആണെങ്കിൽ ആക്ച്വലി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ആവറേജ് 40യിൽ നിന്നും ആവറേജ് എത്ര നമുക്ക് കിട്ടേണ്ടത്? 40 അല്ലേ? ആ ആവറേജ് 40 നമ്മൾ ആദ്യമേ എടുത്തു വെച്ചു. കാരണം 6th പേഴ്സൺ എന്തായാലും 40 ആയാൽ മതിയാവും. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ആവറേജ് 40 ആയിട്ട് നിർത്തണം. അപ്പോൾ എല്ലാ ആൾക്കാരും 40 ആണെന്ന് ഞാൻ വിചാരിച്ചു. ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട 6th പേഴ്സന്റെ വാല്യൂ ആണ് ഞാൻ പറയുന്നത്. 6th പേഴ്സന്റെ വാല്യൂ എന്ത് തന്നെ ആയാൽ മതിയാകൂ? 40 തന്നെ ആയാൽ മതിയാകൂ. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ 6th പേഴ്സണെ മാറ്റണം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. നമ്മൾ നോക്കുന്നു ആൾറെഡി 6th പേഴ്സൺ 40 ആയിരുന്നു. പക്ഷെ ആദ്യത്തെ 5 പേരുടെ ആവറേജ് എടുത്തപ്പോൾ അവർ 35 ഉള്ളൂ. അതായത് 40യിൽ നിന്നും 5 പേർക്കും എന്ത് ചെയ്തു? 5 വയസ്സ് വീതം അവരുടെ ഈ ആവറേജ് വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. 5 പേർക്കും കുറവല്ലേ വന്നത്? അപ്പൊ ഈ കുറഞ്ഞ വാല്യൂ നമ്മൾ എവിടെ കൂട്ടണം? ഈ 6th പേഴ്സണിൽ കൂട്ടണം. മനസ്സിലായോ? 5 പേർക്കും 5 വയസ്സ് കുറഞ്ഞില്ലേ? ആൾറെഡി 40 ആയിരുന്നു വേണ്ടത്. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? ഒരു 5 വയസ്സ് കുറവാണ്. എത്ര പേർക്ക്? 5 പേർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 5 പേരുടെ 5 വയസ്സ് ആർക്ക് കൂട്ടണം? ഈ 6th പേഴ്സണിൽ കൂട്ടണം. പ്ലസ് ഇനി ഇവിടെ നോക്കിയേ, ഈ ലാസ്റ്റ് 5 പേരാണെങ്കിൽ അവർ 40 അല്ല വന്നത്, അവർ ആവറേജ് എത്രയായിരുന്നു? 38. ഇവിടെയും അവരുടെ ആവറേജ് 40യേക്കാൾ എത്ര കുറവാണ്? ഒരു 2 നമ്പർ കുറവാണ്. ഇവരെല്ലാവരും ഈ 5 പേരുടെ ഏജ് എടുത്താൽ ഇവരുടെ പക്ഷേ എങ്ങനെ പറയാം? 38 എന്നല്ലേ പറയുന്നത്. അപ്പൊ അവരുടെ ആവറേജ് എത്ര കുറഞ്ഞു? 2 വീതം കുറഞ്ഞു. ഈ കുറഞ്ഞത് നമ്മൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം? 6th പേഴ്സണിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഈ -2, അതായത് -2 ഞാൻ എഴുതിയത് ഇവർക്ക് കുറവായതുകൊണ്ട് ആർക്ക് കൂട്ടണം? ഈ ആവറേജ് 40 ആക്കാൻ വേണ്ടി 6th പേഴ്സണിൽ കൂട്ടണം. എത്ര കൂട്ടേണ്ടി വരും? ഈ 5 പേർക്കും 2 വയസ്സ് വെച്ച് കൂട്ടണം. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ആവറേജ് 40 ആയിട്ടാണ് നിലനിർത്തേണ്ടത്. ആദ്യത്തെ 5 പേർക്ക് 5 വയസ്സ് കുറഞ്ഞു. ആ 5 വയസ്സ് അവിടെ കൂട്ടണം, 6ാമത്തെ ആൾക്ക് കൂട്ടണം. കാരണം ആവറേജ് 40 ആക്കാൻ.
അതുപോലെ തന്നെ ലാസ്റ്റ് 5 പേഴ്സിന് എന്ത് ചെയ്തു 38 2 നമ്പർ കുറഞ്ഞു. ആ 2 നമ്പർ എവിടെ കൂട്ടണം? 5 പേരുടെയും കൂടെ 5 × 2 10 എത്ര എവിടെ കൂട്ടണം? ഈ 6th പേഴ്സണിൽ കൂട്ടണം. എങ്കിൽ 6th പെർസെൻറ്റേജ് ഈ സം ചെയ്ത ആൻസറായി. എത്ര കിട്ടും? 40 + 25 + 10 എത്ര കിട്ടും? 50 + 25 75 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമ്മുടെ ആൻസർ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയും കിട്ടും ആൻസർ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നോക്കിയാലും മതി. നമ്മൾ വലിയ കാൽക്കുലേഷൻ വല്ലതും ചെയ്തോ, വലിയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. മുമ്പ് ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇട്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 50. ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 50. 11 നമ്പറിന്റെ ആവറേജ് 50 ആണ്. ഇനി പറയുന്നു ആൻഡ് ദാറ്റ് ഓഫ് ഫസ്റ്റ് 5 നമ്പർ, ഫസ്റ്റ് 6 നമ്പർ ആൻഡ് ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ, ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ ഈസ് 49. ഫസ്റ്റ് 6 നമ്പറിന്റെ ആവറേജ് എത്ര കിട്ടി? 49 കിട്ടി. ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 6 നമ്പർ ആൻഡ് ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ ആൻഡ് ആവറേജ് ഓഫ് ലാസ്റ്റ് 6 നമ്പർ ഈസ് 52. ഫസ്റ്റ് 6 നമ്പറിന്റെ ആവറേജ് എത്രയായിരുന്നു? 49. ലാസ്റ്റ് 6 നമ്പറിന്റെ ആവറേജ് എത്രയായിരുന്നു? 52. ദെൻ ഫൈൻഡ് ദി 6th നമ്പർ. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത? നമ്മൾ മുമ്പ് ചെയ്തതിനകത്ത് മൊത്തം 11 നമ്പർ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 5 നമ്പറും അവസാനത്തെ 5 നമ്പറുമായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ മിഡിൽ നമ്പറിനെ മൈൻഡ് ചെയ്തേ ഇല്ല. പക്ഷേ ഇവിടുത്തെ കേസ് എന്തായിരുന്നു? ആദ്യത്തെ 6 നമ്പറും ലാസ്റ്റ് 6 നമ്പർ എന്ന് പറയുന്നത്. ഈ 2 കേസിലും ആര് വരുന്നുണ്ട്? 6th നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഫസ്റ്റ് 6 എടുക്കുമ്പോഴും ലാസ്റ്റ് 6th നമ്പർ ആരാണ്? ആ ലാസ്റ്റ് വരുന്ന നമ്പർ വരുന്നുണ്ട്. ലാസ്റ്റ് 6 എടുക്കുമ്പോഴും അതിനകത്ത് ആര് വരുന്നുണ്ട്? 6th നമ്പർ വരുന്നുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 6th നമ്പർ. നമ്മൾ മുമ്പ് ചെയ്ത ട്രഡീഷണൽ മെത്തേഡ് ചെയ്താലും കിട്ടും, അല്ലാത്ത മെത്തേഡ് ചെയ്താലും കിട്ടും. ഞാൻ 2 മെത്തേഡും പറഞ്ഞു തരാം. 2, 3, 4 മെത്തേഡ് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ പോലും ആൻസർ കിട്ടും. അത്രയും എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. എങ്കിൽ നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് തന്നെ ചെയ്ത് നോക്കാം. നിങ്ങൾ ആ ഒരു മെത്തേഡിലായിരിക്കും ഇപ്പോൾ ശീലിക്കുന്നത്. എന്തായിരിക്കും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് സം കണ്ടുപിടിക്കണം. സം എത്രയായിരുന്നു? ആവറേജ് അറിയാം, എത്ര വാല്യൂസ് ഉണ്ടെന്ന് അറിയാം. സം എത്ര കിട്ടും? സം ഇസ് ഈക്വൽ ടു സം ഓഫ് 11 നമ്പർ എത്ര കിട്ടും? 50 × 11 എത്ര കിട്ടും? 550. ടോട്ടൽ സം നമുക്ക് കിട്ടി 550. ഇനി പറയുന്നു ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ. ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ എത്രയായിരിക്കും? 6 × 49 അതായിരിക്കും അവരുടെ സം. 6 നമ്പറിന്റെ ഫസ്റ്റ് 6 നമ്പറിന്റെ സം അതെത്ര കിട്ടും? 96. 4 കിട്ടും. 6 × 4 294 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കാം. സം ഓഫ് ലാസ്റ്റ് 6 നമ്പർ എത്രയായിരിക്കും? 52 × 6. 52 × 6 ഇതിന്റെ മെത്തേഡൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ് തന്നിരുന്നു. എത്ര കിട്ടും ഇതിന്റെ വാല്യൂ? ആൻസർ എത്ര കിട്ടും? 6 × 2 12 കിട്ടും. 5 × 6 30 31 കിട്ടും. 312 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഫസ്റ്റ് 6 കിട്ടി, ലാസ്റ്റ് 6 കിട്ടി, ടോട്ടൽ കിട്ടി. ഇനി 6th നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാകും? ഈ ഫസ്റ്റ് 6-നകത്ത് ആരുണ്ട്? 6th നമ്പർ ഉണ്ട്. ലാസ്റ്റ് 6-നകത്ത് ആരുണ്ട്? 6th നമ്പർ ഉണ്ട്. ഞാൻ ഈ ഫസ്റ്റ് 6ഉം ലാസ്റ്റ് 6ഉം സം ചെയ്താൽ എനിക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? ആലോചിച്ച് നോക്കി. ആദ്യത്തെ 6 പേരുണ്ട്, അവസാനത്തെ 6 പേരുണ്ട്, മൊത്തം 11 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഈ 6th പേഴ്സൺ ഒന്നും കൂടി അഡീഷണൽ വരുന്നില്ലേ? എങ്കിൽ അതെന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ വാല്യൂയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. നേരത്തെ നമ്മൾ ടോട്ടൽ വാല്യൂയിൽ നിന്ന് ഇതായിരുന്നു സബ്ട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ സമ്മിൽ നിന്നും ടോട്ടൽ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. കാരണം എന്താ? ഇവിടെ ഒരു 6th പേഴ്സൺ എക്സ്ട്രാ വന്നു. ആൾറെഡി നമുക്ക് എന്ത് കഴിക്കണം? ആദ്യത്തെ 6th പേഴ്സൺ, ആദ്യത്തെ 6 പേഴ്സണും ലാസ്റ്റ് 5 പേഴ്സണും എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ എടുത്തുപോയി? ലാസ്റ്റ് 6 പേഴ്സൺ ഒരു തവണ കൂടി 6th പേഴ്സണെ നമ്മൾ ആഡ് ചെയ്തു. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? മൊത്തം 11 പേരുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 6 പേരെടുത്തു, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ 5 പേരെടുത്തിരുന്നെങ്കിൽ നമുക്ക് ടോട്ടൽ സം എത്ര കിട്ടിയാണ്? 550 കിട്ടിയാണ്. പക്ഷെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ലാസ്റ്റ് 6th എടുത്തു. അപ്പോൾ എക്സ്ട്രാ 6th പേഴ്സൺ ഒന്നും കൂടി കയറി വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സം ഓഫ് 6th ആൻഡ് ലാസ്റ്റ് 6 ഈ രണ്ടിൻ്റെയും സം എടുത്തിട്ട് ഈ ടോട്ടൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6th പേഴ്സൻ്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? നമുക്ക് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? സം എടുത്താൽ എത്ര കിട്ടും നോക്കാം. 294 + 312. 294 + 312 ടോട്ടൽ സം എത്ര കിട്ടും നോക്കാം. ടോട്ടൽ എത്ര കിട്ടി? 4 + 2 6 കിട്ടി. 9 + 1 10 കിട്ടി. 3 + 3 6 കിട്ടി. 606 എന്ന് കിട്ടി. എങ്കിൽ വാല്യൂ ഓഫ് 6th പേഴ്സൺ എത്രയായിരിക്കും? ഈ പറയുന്ന 606 - 550, അതായത് 606 നിന്നും എന്ത് കുറച്ചാൽ മതി? 550 കുറച്ചാൽ മതി. എത്ര കിട്ടും? 550 606 56 കിട്ടും. 6th പേഴ്സൻ്റെ വാല്യൂ എത്രയായിരിക്കും? 56 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഇതിനേക്കാൾ എളുപ്പത്തിൽ, ഇത് നമ്മുടെ സാധാ ട്രഡീഷണൽ മെത്തേഡ് അല്ലേ, ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു മെത്തേഡ് കൂടി ഉണ്ട്. ഞാനിത് മായ്ച്ചിട്ട് അത് പറഞ്ഞുതരാം. എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതായത്
നമുക്കറിയാം ഫസ്റ്റ് 11% ആവറേജ് എത്രയായിരുന്നു? 50 ആയിരുന്നു. ആദ്യത്തെ 6% ആവറേജ് എത്രയായിരുന്നു? 49 ആയിരുന്നു. ലാസ്റ്റ് 6% എത്രയായിരുന്നു? 52 ആയിരുന്നു. നമ്മൾ ചുമ്മാ മൈൻഡിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നു, മൈൻഡ് കാൽക്കുലേഷൻ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആവറേജ് ഓഫ് 11% 50 ആണെങ്കിൽ ഞാൻ എല്ലാവരുടെ ഏജ് എത്രയായിട്ട് വിചാരിച്ചു? 50 ആയിട്ട് തന്നെ വിചാരിച്ചു. എല്ലാവരും എന്ത് തന്നെയാണ്? 50 തന്നെയാണ്. ഇനി ഞാൻ നോക്കി, ആദ്യത്തെ 6 പേരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 49 ആയിരുന്നു. ആദ്യത്തെ 6 പേരുടെ ആവറേജ് എത്രയായിരുന്നു? 49 ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ 6 പേരുടെ ആവറേജ് എത്ര കുറഞ്ഞു ഇവിടെ? 6 പേരുടെ ആവറേജ് എത്ര കുറഞ്ഞു ഇവിടെ? 6 പേരുടെ ആവറേജ് ഓരോ നമ്പർ വെച്ച് കുറഞ്ഞു. അതായത് ഒരു 6 നമ്പർ കുറഞ്ഞില്ലേ? ഒരു 6 നമ്പർ കുറഞ്ഞു. കൺസെപ്റ്റ് മനസ്സിലായോ? ആദ്യത്തെ 6 പേരെടുത്തപ്പോൾ ആവറേജ് എന്ത് ചെയ്തു? ഒരു 6 നമ്പർ കുറഞ്ഞു. ഇനി ലാസ്റ്റ് 6 പേരെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് ഒരു 50 എന്നുള്ളത് 52 ആയി. അതായത് ഇവിടെ എത്ര കൂടി? ഒരു 12 നമ്പർ കൂടി. 6 പേർക്ക് 2 വെച്ച് കൂടി. 6 × 2 എത്രയായി? 12 നമ്പർ ആവറേജ് കൂടി. നമുക്ക് 6th പേഴ്സണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് 50 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 6th പേഴ്സൺ നമ്മൾ 50 ആയിട്ട് വെച്ചാൽ എല്ലാ പേഴ്സണും 50 ആയിരുന്നു. പക്ഷെ ആദ്യത്തെ 6 പേര് എടുത്തപ്പോൾ അവരെത്ര കുറഞ്ഞു? 6 നമ്പർ കുറഞ്ഞു. കാരണം 50 49 ആണെങ്കിൽ 6 പേർക്ക് ഓരോന്ന് വെച്ച് കുറഞ്ഞു. അപ്പോൾ എത്ര കുറഞ്ഞു? 6 നമ്പർ കുറഞ്ഞു. ഇനി ഇവിടെ എത്രയായിരുന്നു? ലാസ്റ്റ് 6 പേർക്ക് 50 എന്നുള്ളത് 52 ആയി. ഒരു 2 നമ്പർ വെച്ച് കൂടി. എത്ര പേർക്ക്? 6 പേർക്ക്. എത്ര കൂടി? 12 ആയി. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്ലി എത്ര കൂടി നോക്കിയാൽ പോരെ? എഫക്റ്റീവ്ലി എത്ര കൂടി? ഒരു -6 ഉണ്ട്, ഒരു 12 ഉണ്ട്. അഡീഷണൽ എത്ര വരും? ഒരു +6 വരും. അതായത് ഇവിടെ നമുക്ക് ഈ 6th പേഴ്സൺ എക്സ്ട്രാ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ആവറേജിൽ നിന്നും എന്ത് കൂട്ടിയാൽ മതി? ഈ പറയുന്ന 6 കൂടി അധികം കൂട്ടിയാൽ മതി. 50 + 6 56 ആയിരിക്കും 6th പേഴ്സന്റെ വാല്യൂ. ഇതിങ്ങനെ ജസ്റ്റ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ ഒരു മെത്തേഡ് മനസ്സിലായോ എന്താണ് ചെയ്തതെന്ന്? അതായത് മൊത്തം ആവറേജ് 50 ആയിട്ട് എടുത്തു. ആദ്യത്തെ 6 പേഴ്സൺ എത്രയായിരുന്നു? 49 ആയപ്പോൾ ഒരു -6 വന്നു. ലാസ്റ്റ് 6 പേഴ്സൺ എത്ര വന്നു? ഒരു 52 ആയി. അതുകൊണ്ട് എന്തായിരുന്നു? ഒരു +12 വന്നു. അതുകൊണ്ട് അവരുടെ ആവറേജ് എത്ര കൂടി? എഫക്റ്റീവ്ലി 6 കൂടി. അങ്ങനെയാണെങ്കിൽ ആ 6 കൂടിയത് ആർക്കായിരിക്കും? 6th പേഴ്സൺ ആയിരിക്കും. 50 + 6 എത്ര കിട്ടും? 56 കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഇത്ര എളുപ്പമാണ് ആവറേജ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.